Good afternoon, all. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കോൺവേർഡ് നോക്കിയിരുന്നില്ലേ? അപ്പൊ കുറച്ച് പേര് മനസ്സിലായില്ല, നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ലൈവ് സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമുക്ക് കോൺവേർഡ് ഒന്നുകൂടെ നോക്കിയാലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കോൺവേർഡ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണ്. റെഡിയാണ്. ഒന്ന് എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. കോൺവേർഡ് ഫസ്റ്റ് റൂൾ എന്താ? If the subject is singular, verb must be singular. അല്ലെ? ഇപ്പൊ എന്താ? He goes, she goes, he comes. അല്ലെ? ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. ഗോസ് ഒക്കെ പറയുമ്പോൾ സിംഗുലർ ആണ്. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? If the subject is singular, verb must be singular. The subject singular ആണെങ്കിൽ verb എന്താണ്? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ he എന്ന് പറയുന്ന സബ്ജക്ട് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? വെർബ് എന്തായിരിക്കും അവിടെ? ഗോസ് ആണ്. അല്ലെ? എസ് ആഡ് ചെയ്യുമ്പോ എന്താണ്? ആ വെർബ് സിംഗുലർ ആണ്. അപ്പൊ ഗോസ് ആണ് അവിടെ വരിക. അപ്പൊ he goes, she goes, അല്ലെ? he comes എന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ അതാണ് കോൺവേർഡിലെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. Okay, if the subject is plural, verb must be plural. അല്ലെ? സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? വെർബ് പ്ലൂറൽ ആയിരിക്കും. അല്ലെ? അപ്പൊ എന്താ? ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. സബ്ജക്ട് പ്ലൂറൽ ആണ്. അപ്പൊ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ. അല്ലെ? കം എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. അത് സിംഗുലർ ആകുമ്പോൾ എന്താണ്? കംസ് എന്ന് വരും. അപ്പൊ if the subject is plural, verb must be plural. Okay, clear? അപ്പൊ ഫസ്റ്റ് റൂൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. സെക്കൻഡ് റൂൾ നോക്കൂ. If the two singular subject connect with and, അപ്പൊ എന്താ? verb must be plural. ഇപ്പൊ and രണ്ട് സബ്ജക്റ്റുകള്, രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ and യൂസ് ചെയ്ത് പറയുമ്പോൾ വെർബ് അവിടെ എന്താണ് വരാ? പ്ലൂറൽ ആണ് വരാ. അല്ലെ? ടോം ആൻഡ് ടീന. അല്ലെ? ടോം ആൻഡ് ടീന എന്ന് കഴിഞ്ഞിട്ട് എന്താ വരാ? പ്ലൂറൽ ആയിരിക്കും വരാ. ഓക്കെ, ടോം ആൻഡ് ടീന ആർ എന്ന് വരാം. രാജ ആൻഡ് രാധ വേർ. ഇതൊക്കെ എന്താണ്? പ്ലൂറൽസ് ആണ്. ഓക്കെ, അപ്പോ ആൻഡ് ഉപയോഗിച്ച് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് എപ്പോഴും എന്താണ്? പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഓക്കെ. അപ്പൊ പെയർ ഗീവ്സ് എ സിംഗിൾ ഐഡിയ. അല്ലെ? അപ്പൊ വെർബ് മസ്റ്റ് ബി സിംഗുലർ. ഇപ്പൊ പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന ഒരു പെയർ ആണ്. അല്ലെ? അവിടെ ഒരു സിംഗിൾ ഐഡിയ ആണ് വരാ. അല്ലെ? ഒരു ഐഡിയ ആണ്. അല്ലെ? ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ ഐഡിയ ആണ് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? അവിടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെ? ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ, അപ്പൊ സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്താണ്? ഈസ് ആണ് വന്നത്. ഓക്കെ, സിംഗിൾ ഐഡിയ ആയതുകൊണ്ട് അവിടെ ഈസ് വന്നു. ഈസ് സിംഗുലർ ആണ്. സോ ഈസ് ആണ് അവിടെ യൂസ് ചെയ്തത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെയാണ് സ്ലോ ആൻഡ് സ്റ്റഡി. സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നതും ഒരു സിംഗിൾ ഐഡിയ ആണ്. സോ അവിടെ വിൻസ്, അവിടെ വിൻസ് എന്താ യൂസ് ചെയ്തേ? വിൻ യൂസ് ചെയ്തില്ല, വിൻസ് ആണ് യൂസ് ചെയ്തത്. വിൻസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആണ്. അതുകൊണ്ട് വിൻസ് ദ റേസ്. അല്ലെ? ഓക്കെ, അപ്പൊ സിംഗിൾ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ എന്താണ്? സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ സോൾഡ് ഹിയർ എന്ന് പറയുമ്പോഴോ ഇവിടെ സിംഗിൾ ഐഡിയ ആണോ വന്നേ? അല്ല. പ്ലൂറൽ. യാ, രണ്ടും രണ്ടാണ് അല്ലെ. ബ്രെഡും ബട്ടറും വാങ്ങാൻ പോയി അല്ലെ, അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോ രണ്ടും രണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആർ യൂസ് ചെയ്തത്. സിംഗിൾ ഐഡിയ ആണെങ്കിൽ മാത്രം സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. രണ്ടും രണ്ട് വസ്തുക്കളാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? Okay, next one again. As well as with, along with, together with, in addition to, in the company of, rather than, as much as, alike, unlike എന്നൊക്കെ പറയില്ലേ? എന്നൊക്കെ ഒരു സെന്റൻസിൽ വന്നാല് ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണ്? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കാം, എന്നിട്ട് വെർബ് ആഡ് ചെയ്യാം. അപ്പൊ the teacher as well as the students is late today. The teacher as well as the students is late today. ഈ സെന്റൻസിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? സബ്ജക്ട് എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. യാ, ടീച്ചറും സബ്ജക്റ്റ് ആണ്, സ്റ്റുഡൻസും സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആരെയാണ് കൂടുതൽ നോക്കുക? ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എന്താണ് അവിടെ സിംഗുലർ വെർബ് ആണ്. ഓക്കെ, അപ്പൊ ദ ടീച്ചർ, ടീച്ചർ എന്ന് പറയുന്നത് അവിടെ സിംഗുലർ ആണ്, ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണ്. സോ അവിടെ എന്താണ്? ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഈസ് അല്ലെ, ഈസ് ലേറ്റ് ടുഡേ, അവിടെ ഈസ് ആണ് ആഡ് ചെയ്തത്. അടുത്ത എക്സാമ്പിൾ നോക്കി, ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ആർ ലേറ്റ് ടുഡേ. ഇവിടെ നോക്കൂ, ഇവിടെ ഫസ്റ്റ് സബ്ജക്ട് എന്താണ്? സ്റ്റുഡൻസ് ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്താ വന്നേ? ആറ് വന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കാം. ഇങ്ങനെ ആസ് വെൽ ആസ്, അലോങ് വിത്ത് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മള് അവിടെ സിംഗുലർ ആണ് പ്ലൂറൽ വെർബ് ആണോ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? റൂൾ നമ്പർ 4 ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കിയേ, റൂൾ നമ്പർ 5. ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, എക്സെട്ര അങ്ങനെ വരുന്ന കുറച്ച് സെന്റൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെയൊക്കെ എന്താണ്? സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ വെർബ് ആഡ് ചെയ്യാൻ. ഇപ്പൊ നോക്കിയേ, ഐദർ ഹി ഓർ ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവിടെ എന്താണ്? ഫസ്റ്റ് സബ്ജക്ട് ഹി, അവിടെ ഹീനല്ല നമ്മൾ നോക്കുന്നത്, സെക്കൻഡ് സബ്ജക്റ്റിനാണ്. സോ സെക്കൻഡ് സബ്ജക്ട് എന്താണ്? അവിടെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. സോ നമ്മൾ പ്ലൂറൽ വെർബ് ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? റൂൾ നമ്പർ 4ഉം റൂൾ നമ്പർ 5ഉം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്പേഴ്സ് തെറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നോട്ട് തരുമ്പോ നിങ്ങൾ നോക്കിയാലും മതി. ഈ നോട്ട് ആരും എഴുതിയെടുക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, നെക്സ്റ്റ് റൂൾ നോക്കിയേ, വൺ ഓഫ് ദി എന്നൊക്കെ പറഞ്ഞു വരില്ലേ? വൺ ഓഫ് ദിയുടെ കൂടെ പ്ലൂറൽ നൗൺ ആണെങ്കിൽ അവിടെ എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കും വരിക. നോക്കൂ, one of the students എന്നാവുന്നത് അല്ലെ. one of the students comes here very late. അപ്പോ one of the കഴിഞ്ഞിട്ട് വരുന്ന പ്ലൂറൽ വെർബ് ആണ്. സോ അപ്പോ അവിടെ എന്താ വെർബ് എന്തായിരിക്കും വരാം? സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് ആയിരിക്കും വരാം. ഓക്കെ, ഇപ്പൊ one of my friends live in Dubai. കണ്ടോ, ഫ്രണ്ട്സിന് ശേഷം വന്നത് ലിവ്സ് ആണ്. ലിവ്സ് മീൻസ് സിംഗുലർ വെർബ് ആണ്. ഓക്കെ, അപ്പൊ റൂൾസ് എല്ലാരും ഒന്ന് പഠിക്കണം മസ്റ്റ് ആയിട്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് കോൺഫിഡൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, മെനിയെ വെച്ച് വരുമ്പോൾ എന്താ? അവിടെ സിംഗുലർ നൗൺ ആയിരിക്കും വരിക. അപ്പോ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. മെനി എ ഡോക്ടർ എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്. സോ ഈസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആണ്. ഓക്കെ, അപ്പൊ മെനി എ ഡോക്ടർ ഈസ് പ്രസന്റ് ടുഡേ.
അതുപോലെ തന്നെ many a passenger was wounded in the accident. പാസഞ്ചറും സിംഗുലർ നൗൺ ആണ്. സോ was എന്ന് പറയുന്നത് സിംഗുലർ verb ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോ മെനി നമ്മൾ നേരത്തെ നോക്കി മെനി എ ആണ് നോക്കിയത്, ഇവിടെ മെനി ആണ് നോക്കുന്നത്. നോക്കി മെനിക്ക് ശേഷം പ്ലൂറൽ വെർബാണ് വരുന്നെങ്കിൽ ഒബ്വിയസ്ലി എവിടെ എന്താ പ്ലൂറൽ നൗൺ ആണ് വരുന്നെങ്കിൽ അവിടെ എന്താ പ്ലൂറൽ വെർബ് ആയിരിക്കും വരിക. മെനി എയും മെനിയും വ്യത്യാസമുണ്ട്. സോ റൂൾസ് എല്ലാം മസ്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ മെനിക്ക് ശേഷം നോക്കിയേ, മെനി ഡോക്ടേഴ്സ് ആർ ആബ്സെന്റ് ടുഡേ. മെനിക്ക് ശേഷം വന്നത് പ്ലൂറൽ നൗൺ ആണ്. സോ അവിടെ എന്താണ് യൂസ് ചെയ്തത്? പ്ലൂറൽ വെർബാണ്. ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇപ്പൊ ജെറണ്ട് എന്നൊക്കെ പറയുമ്പോ ING ഫോം ആണ് അല്ലെ. ജെറണ്ടിലൊക്കെ വരാ ING ഫോം ആണ്. സോ അങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന പ്ലൂറൽ നൗൺ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിംഗുലർ വെർബാണ്. സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബസ്സസ് ഈസ് പണിഷബിൾ. ബസ്സസ് എന്ന് ഉപയോഗിച്ചത് പ്ലൂറൽ നൗൺ ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യരുത്. എന്താ യൂസ് ചെയ്യണ്ടേ? കാരണം എന്താണ്? ING ഫോം വന്നത് കൊണ്ട് അവിടെ പ്ലൂറൽ നൗൺ വന്നാല് നമ്മള് സിംഗുലർ വെർബ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതും ക്ലിയർ ആണ്. റൂൾ നമ്പർ 8 നോക്കൂ. എ നമ്പർ ഓഫ് എന്ന് വരുമ്പോൾ പ്ലൂറൽ നൗൺ ആയിരിക്കും വരിക. അപ്പൊ അതിന്റെ കൂടെ എന്താ? പ്ലൂറൽ വെർബാണ്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവ് അറ്റൻഡഡ് ദ സെമിനാർ അല്ലെ. അപ്പൊ എ നമ്പർ ഓഫിന് ശേഷം വന്നത് സ്റ്റുഡൻസ് മീൻസ് പ്ലൂറൽ നൗൺ ആണ്. ഓക്കെ, അപ്പൊ ഹാവ് എന്താണ് അവിടെ? പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നെക്സ്റ്റ് നോക്കി, ദ നമ്പർ ഓഫ് എന്നാണ് വരുന്നെങ്കിൽ പ്ലൂറൽ നൗൺ ആണ് വരിക. അതിനുശേഷം യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബാണ്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹാസ് ഡിക്രീസ്ഡ്. അപ്പൊ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്. സോ അവിടെ എന്താ യൂസ് ചെയ്തേ? സിംഗുലർ വെർബ് എന്താ യൂസ് ചെയ്തേ? ഹാസ്. ഹാസ്. കറക്റ്റ്, ഹാസ് ആണ് അവിടെ യൂസ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പോലീസ് പീപ്പിൾ ജനറൽ അല്ലെ, കെറ്റിൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? പ്ലൂറൽ വെർബ് ആയിരിക്കും വരിക. ഓക്കെ, ഇത്രയും വേർഡ്സ് വരുമ്പോൾ എന്താണ് അവിടെ സബ്ജക്റ്റ്? ഈ വേർഡ്സ് ഒക്കെ സബ്ജക്റ്റിലാണ് വരുന്നതെങ്കിൽ എന്താ അവിടെ പ്ലൂറൽ വെർബ് ആണ് വരിക. ക്ലിയർ ആണോ? എന്തോ ക്ലിയർ ആണ്. ഞാൻ കേട്ടില്ല. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. റൂൾ നമ്പർ 10 നോക്കൂ. ന്യൂസ്, സമോൺസ്, ക്ലോസ്, റോൾസ്, വേജസ്, പൊളിറ്റിക്സ് കണ്ട ഇത്രയും വേർഡ്സ് സബ്ജക്റ്റിൽ വന്നാല് എന്താ ഉപയോഗിക്കുക? സിംഗുലർ ഉപയോഗിക്കുക. അപ്പൊ വേർഡ്സ് എല്ലാം പഠിച്ചു വെക്കുക. ഏതൊക്കെ വേർഡ്സ് എവിടേക്ക് വന്നാൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാം പഠിച്ചു വെക്കണം. കോൺഗഡ് ഈ റൂൾസ് എല്ലാം പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡിസീസ് ലൈക്ക് മസിൽസ്, മാർക്സ്, റിക്കറ്റ്സ് എന്നൊക്കെ വരുമ്പോൾ എന്താണ്? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ന്യൂസ് വാസ് ഷോക്കിംഗ്. ന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? നമ്മള് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വാസ് യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് റോൾ നമ്പർ 11. റോൾ നമ്പർ തെറ്റാണ് നോക്കണം വരുമ്പോ. ഓക്കെ, നോക്കിയേ, ഐദർ, നൈദർ, ഈച്ച്, എവ്രിവൺ, എവ്രിബഡി, എവ്രി നൈറ്റ്, എവ്രി ഡേ, സംബഡി, സംഡേ. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ? സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എവ്രിബഡി ഹാസ് റിട്ടേൺ ദി എക്സാം. ഓക്കെ, അപ്പൊ ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആണ്. നെക്സ്റ്റ് നോക്കൂ, റൂൾ നമ്പർ 12 നോക്കൂ. സിസേഴ്സ്, സ്പെക്ടാക്കിൾസ്, പില്ലേഴ്സ്, ട്രൗസേഴ്സ്, പാന്റ്, ജീൻസ് ഇതൊക്കെ എന്താണ്?
പ്ലൂരൽ. പ്ലൂറൽ. അങ്ങനെ പ്ലൂറൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഒപ്പം എന്താ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. Her spectacles are missing. ആർ യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ്? അത് പ്ലൂറൽ പ്ലൂറൽ ആയതുകൊണ്ട്. ഓക്കെ. നെക്സ്റ്റ് എ ഗ്രൂപ്പ് ഓഫ്, എ പെയർ ഓഫ് എന്നൊക്കെ വരുമ്പോൾ എന്താ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹാസ് എന്റർഡ് ദ റൂം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാ സിംഗുലർ വരിക? പക്ഷെ എന്താണ് എ ഗ്രൂപ്പ് ഓഫ്, അപ്പൊ അത് നോട്ട് ചെയ്യണം. എ ഗ്രൂപ്പ് ഓഫ് വന്നത് കൊണ്ടാണ് നമ്മൾ എന്താ സിംഗുലർ വെർബ് അവിടെ യൂസ് ചെയ്തത്. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹാസ് എന്റർഡ് ദ റൂം. ഓക്കെ. റൂൾ നമ്പർ 14 നോക്കൂ. കമ്മിറ്റി, ഓർഗനൈസേഷൻ, ടീം, ജൂറി, ബ്രൈഡ്, ഗ്രൂം, പാർട്ടി, ഫാമിലി എന്നൊക്കെ വരുമ്പോഴും നമ്മൾ എന്താണ് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർ ആയിട്ട് കാണാം. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ ആ വേർഡ് സിംഗുലർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ദ കമ്മിറ്റി ഹാസ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി ടു സ്റ്റാർട്ട് ദ കോഴ്സ്. അല്ലെ, അപ്പൊ കമ്മിറ്റി എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആയതുകൊണ്ട് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലർ വെർബ് ഹാസ് ആണ്. ഓക്കെ. ഇവിടെ നോക്കിയേ, they are treated as plural when the members in the organizations are referred. അപ്പൊ എങ്ങനെയാണ് നോക്കിയേ, അങ്ങനെ വരുമ്പോൾ നോക്കിയേ, the committee are divided on starting the course. ഇവിടെ എന്താണ് നമ്മൾ ആർ യൂസ് ചെയ്യാൻ കാരണം? എന്താ? കമ്മിറ്റി രണ്ടായപ്പോ പ്ലൂറലായി. കമ്മിറ്റി രണ്ടായത് ഡിവൈഡ് ചെയ്തു അല്ലെ, ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ ആർ യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ സെന്റൻസ് വരികയാണെങ്കിൽ നോട്ട് ചെയ്യാ, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ. അപ്പൊ റോൾ നമ്പർ 15 നോക്കൂ. കൗണ്ടബിൾ നൗൺസ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നൗൺസിന്റെ കൂടെയും നമ്മൾ എന്താ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. A lot of students from the academy are included in the main list. എന്ന് പറയുമ്പോൾ എന്താ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ എന്താണ് പ്ലൂറൽ നൗൺ ആയിരിക്കും കൂടുതൽ വരിക. അപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? പ്ലൂറൽ വെർബാണ്. ഓക്കെ. ഇപ്പൊ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ എന്താ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എണ്ണാൻ പറ്റാത്ത നൗൺസിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ ഹാഫ് ഓഫ് ദ മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈസ് ആണ്. അതെന്താണ്? സിംഗുലർ വെർബാണ്. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. റൂൾ നമ്പർ 16 നോക്കൂ. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ ഇതൊക്കെ വരുമ്പോഴും നമ്മൾ എന്താണ് പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹാവ് സ്കോർഡ് ഹൈ മാർക്സ്. അല്ലെ, ഇവിടെ എ ഫ്യൂ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാവ് ആണ്, പ്ലൂറൽ വെർബാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. റൂൾ നമ്പർ 17. Class nouns such as clothing, food, furniture, crockery, cutlery, stationery, footwear എന്നിവയോടൊപ്പം എന്താ യൂസ് ചെയ്യാ? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാ. നോക്കൂ. The furniture is to be delivered today. Furniture സിംഗുലർ നൗൺ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തു is അല്ലെ, സിംഗുലർ വെർബ്. ഓക്കെ. റൂൾ നമ്പർ 18 നോക്കൂ. The conduct of, the achievement of, the behavior of, the group of, the council of, etc. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാ? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാ. The conduct of the boys and girls was admirable. അല്ലെ, the conduct എന്ന് പറഞ്ഞത് കൊണ്ട് of boys എന്ന് പറയുമ്പോൾ pronoun ആണ്. പക്ഷെ എന്താ അവിടെ the conduct of എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ സിംഗുലർ വെർബാണ് ആഡ് ചെയ്യുക. അല്ലെ, ബോയ്സ് ആൻഡ് ഗേൾസ് was എന്താണ് സിംഗുലർ വെർബാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് വൺ. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്സ്, പീരീഡ് ഓഫ് ടൈം, കിലോമീറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ സിംഗുലർ വെർബാണ് ആഡ് ചെയ്യുക. 100 rupees is enough for day. അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ സിംഗുലർ വെർബാണ് ആഡ് ചെയ്യുക. കോൺവേർഡ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് നിങ്ങള്
നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കോൺവേർഡിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അതെ. നോട്ട് ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ നോട്ട് എഴുതിയിരിക്കുന്നത്? മനസ്സിലായി. മനസ്സിലായി. കോൺവേർഡിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് നോക്കിയാലോ എന്നാലും നമുക്ക് നോക്കാം. ആൻസർ പറയുന്നതാണ്. The announcement of the results ആൻസർ പറയൂ. Is. 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 Is ആണോ? ഇത്. Is ആണോ? അതെ. അതെ. ഇത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നല്ലേ? ഈ ക്വസ്റ്റ്യൻസ് തന്നായിരുന്നു. ഓ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. നോക്കണോ അപ്പൊ? പറയൂ, എല്ലാവർക്കും കിട്ടിയോ? നോട്ട്സ് എല്ലാവർക്കും കിട്ടിയോ? ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞാണ്. അപ്പൊ പറയണോ ഇനി? പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാലോ. പറയൂ. അല്ല, റോൾസ് ഒക്കെ കിട്ടില്ല, ചെയ്തു നോക്കാം. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും. ഓക്കെ, എന്നാ പറഞ്ഞോളൂ. The announcement of the results. ഒരു കാര്യം ചെയ്യേ, ക്വസ്റ്റ്യൻസ് അറിയാവുന്നവര് ഇത് പറയുന്ന കറക്റ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും എല്ലാവരും. The announcement of the results dash awaited. ആൻസർ എന്താ പറഞ്ഞേ? എല്ലാവരും ആൻസർ പറയൂ. 18 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ആൻസർ പറയൂ. Is ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. My friend and benefactor dash com. എന്താ വരാ? ഹാസ്. ആൻസർ എന്താ വരാ? പറയൂ. ഹാസ്. ഹാസ് ആണ്. കറക്റ്റ് ആണ്. ഹാസ്. കാരണം എന്താണ്? രണ്ടുപേരാണ് അല്ലേ? മൈ വരണു. രണ്ടുപേരാണെങ്കിലും എന്താണ്? സിംഗുലർ ആണ്. ഇപ്പൊ മൈ ഫ്രണ്ട് ആൻഡ് മൈ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ടാണ്. സോ നമുക്ക് അവിടെ എന്താ? ഹാവ് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? മൈ ഫ്രണ്ട് ആൻഡ് മാനുഫാക്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. സോ ഹാസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. 100 rupees ഫോർ ദ ടാക്സി. ഈസ് ആണ് നമ്മൾ പറഞ്ഞു. റുപ്പീസ് ഒക്കെ വരികയാണെങ്കിൽ, എമൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ അത് സിംഗുലർ വെർബാണ്. സോ ഈസ് ആണ്. നെക്സ്റ്റ് നോക്കേ. മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ ബാസ്കറ്റ്. ആർ. ആണ് അല്ലെ? ബനാനാസ് ഇൻ ദി ബാസ്കറ്റ് ആർ റിപ്പോൺ അല്ലെ? കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ. പ്ലെന്റി ഓഫ് ഷുഗർ. Plenty of sugar is lost. എന്തുകൊണ്ടാണ്? ഷുഗർ അൺകൗണ്ടബിൾ ആയതുകൊണ്ട്. ഷുഗർ അൺകൗണ്ടബിൾ ആണ്. സോ ഈസ് ആണ്. സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, the number of mangoes in the basket are dash 100. Is ആണോ? The number of എന്ന് വന്നേക്കുന്നത്. The number of എന്ന് പറയുമ്പോ അപ്പൊ a number of ആണെങ്കിലോ? പറയൂ. a number of ആണെങ്കിലോ? അപ്പൊ 6 വരും.
A number of ആണെങ്കിൽ പ്ലൂറൽ ആണ്, the number of ആണെങ്കിൽ സിംഗുലർ ആണ്. പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആൻസർ ഏതാണ്? The number of mangoes is 100. Okay. A number of flowers? R. Yeah, a number of flowers are given. Correct. Next, many students dash present today. R. എന്താ വരാ? Many വരുമ്പോ നോക്കൂ, many. Yeah, plural verb ആണ്. Yeah. So many students are present today. Correct ആണ്. Next, the news dash really going to shake the government to the roads. എന്താ? Is. Is. News Yeah, correct. News ഒക്കെ പറയുമ്പോ is ആണ്. Next, നോക്കി age and experience dash wisdom to man. എന്താ പറയാ? brings. Brings. Brings ആണ്. കാരണം എന്താണ്? അതൊരു Pair സിംഗിൾ ഐഡന്റിറ്റി ആണ്. Yeah, അപ്പൊ സിംഗുലർ noun ആണ്. So singular verb ആണ് യൂസ് ചെയ്യുക. Next one നോക്കൂ, bread and butter dash good for breakfast. Is. Yeah, bread and butter is good for breakfast. Correct ആണ്. Next നോക്കി, bread and butter I bought. R. രണ്ടും രണ്ടാണ്. സോ നമ്മള് പ്ലൂറൽ ആണ് യൂസ് ചെയ്യുക, R ആണ് യൂസ് ചെയ്യുക. Bread and butter I bought from shop are good. Okay, next one. One of the boys comes. One of the boys comes here. One of the എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. സോ comes ആണ്. Next, one of the boys who come here dash my friend. Is. എന്താ? Is. Is ആണോ? One of the boys who come here has ആണോ is ആണോ? Has and is ആണോ? Is. Is ആണോ? Plural അല്ലേ വരൂ? പറയൂ. One of the boys who come here. ഒരാളെ പറയുന്നോണ്ട് ഈസ് അല്ലായിരുന്നു. Yeah. Is ആണ്. ഞാൻ നിങ്ങളോട് അത് ചുമ്മാ ചോദിക്കുന്നതാണ് കേട്ടോ. Is ആണോ? ഞാൻ അങ്ങനെ ചോദിക്കുമ്പോ കുറച്ച് പേരൊക്കെ ചിലപ്പോ മാറ്റി പറയാൻ ചാൻസ് ഉണ്ട്. Okay. One of the boys who come here is my friend. Correct. Next one. Ramesh as well as his friends dash cricket. As well as ഒക്കെ വരുമ്പോൾ എന്താ? സിംഗുലർ ആയിരിക്കും. Singular. So first subject നോക്കാം. First subject singular ആണോ? രമേശ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. So likes. yeah, like. Okay, likes. Next one. Neither the leader nor his friends dash found guilty. പറയൂ. നമ്മൾ പഠിച്ചു neither nor where. എവിടെയാ നോക്കട്ടെ. neither nor കൂടെ എന്താ നോക്കണ്ടേ? neither Second subject ഉണ്ടോ? സെക്കൻഡ് സബ്ജക്റ്റ് ആണ് നോക്കുക അല്ലെ? അപ്പൊ ആൻസർ ഏതാ? Where? Neither the leader nor his friends were found guilty. Yeah. Next, the committee. പറയൂ. The committee ആൻസർ ഏതാ? has. The committee singular ആണ്. So has ആണ് യൂസ് ചെയ്യുക. The committee has taken a decision unanimously. Next, നോക്കിയേ. The committee dash on different opinions.
Yeah. Okay. അതുകൊണ്ട് plural ആണ്. The committee are divided on different opinion. Next, a group of politicians dash come. has Has. has come Has. Has ആണ് hang ആണ്. Has. has എവിടെയാ നോക്കിയേ? ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ എന്താ സിംഗുലർ ആണ് വരിക. ഓക്കെ, അപ്പൊ റൂൾ എല്ലാം നോക്കണം. അപ്പൊ എന്താ സിംഗുലർ വെർബാണ്. സോ ആസ് ആണ്. നെക്സ്റ്റ്, ബ്ലാക്ക് പാൻസ് ഡാഷ് വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. എന്റെ ആൻസർ ഏതാ? are യാ, ആറാണ്. Are. ബ്ലാക്ക് പാൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സോ ആറാണ്. എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫീൽ ബോട്ട് എന്ന് പറയുമ്പോഴോ Has. has Speedboat. യാ, ഹാസ് ആണ്. സിംഗുലർ ആണ്. നെക്സ്റ്റ്, ദ പോലീസ് ഡാഷ് അറസ്റ്റഡ് ഹിം. എന്താ വരാ? have Have. Have. ഹാവ് ആണോ? plural ആയതുകൊണ്ട് പോലീസ് പോലീസ് പ്ലൂറൽ ആണ്. സോ നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഹാവ് ആണ്. യൂസ് ചെയ്യാറോ? നമ്മൾ ലൈനിലുണ്ട്. പോലീസ് എന്താണ് പീപ്പിൾ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്ലൂറൽ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ പോലീസ് ഹാവ് അറസ്റ്റഡ് ഹിം. നെക്സ്റ്റ് വൺ നോക്കൂ. പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഡാഷ് വെരി ഡേഞ്ചറസ്. is very dangerous ഈസ് വെരി ഡേഞ്ചറസ്. ing ഫോം ആണല്ലോ അല്ലെ? ing ഫോം ആണതുകൊണ്ട് അവിടെ ഈസ് ആണ്. നെക്സ്റ്റ്, എവരിവൺ ഡാഷ് കം ടു ദ ക്ലാസ്. എന്താ? Has. Has. എവരിവൺ എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. സോ ഹാസ് ആണ്. Has. Everyone has come to the class. Many A, the many A dash is informed the class. Many A വരുമ്പോൾ എന്താ പറയാ? student Student. student Yeah, many A വരുമ്പോ സിംഗുലർ വെർബാണ്. സോ സ്റ്റുഡന്റ് ആണ് വരിക. നെക്സ്റ്റ് നോക്കൂ. The greater part of furniture dash been damaged. പറയൂ. has ഫർണിച്ചർ ഒക്കെ വരുമ്പോ സിംഗുലർ ആണ്. സോ ഹാസ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഈച്ച് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ഗിവൺ പ്രൈസസ്. എന്താ പറയൂ? was ഈച്ച് ആൻഡ് ഈച്ച് എന്ന് പറയുമ്പോഴും സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. സോ വാസ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, യു ദ ഗേൾ ഡാഷ് ബ്യൂട്ടിഫുൾ. are beautiful യു എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. സോ നമ്മള് അവിടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. എന്താണ്? യു ദ ഗേൾ ആർ ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾക്ക് കോൺഗേഡ് ഇപ്പൊ ക്ലിയർ ആയോ? clear ആയി. Clear ആയി. ഇപ്പൊ ക്ലിയർ ആണല്ലോ. കോൺഗേഡിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോൺഗേഡിന്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി തന്നു അല്ലേ? അപ്പൊ ഈ കോൺഗേഡിന്റെ നോട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ആ നോട്ട് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പോസിഷൻ നോക്കിയാലോ? പ്രിപ്പോസിഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, okay miss നോക്കൂ. He has been a dash yesterday. Answer പറയൂ. He has been ill dash yesterday. പറയൂ, ആൻസർ പറയൂ എല്ലാവരും. ആർക്കറിയില്ലേ? പറയൂ. സിൻസ് ആണോ? സിൻസ് ആണോ? അങ്ങനെ ആൻസർ പറയൂ. സിൻസ് ആണോ? എന്താ സിൻസ് വരാൻ കാരണം? He has been ill yesterday. Since yesterday. Since ആണ് കറക്റ്റ് ആൻസർ. Since means എന്താ? ഇന്നലെ മുതൽ അല്ലെ? ഇന്നലെ മുതൽ അവന് അസുഖമാണ് അല്ലെ? അപ്പൊ മുതൽ എന്ന് യൂസ് ചെയ്യാനായിട്ട് എന്താ? സിൻസ് ആണ് അവിടെ പറയാ. മുതൽ എന്ന് പറയുമ്പോൾ ഇന്നലെ മുതൽ അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ അവിടെ എന്താ? സിൻസ് ആണ് മുതൽ, ഈ വർഷം മുതൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ സിൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ he has been ill since yesterday.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. They have been learning English dash 5 years. നിങ്ങൾക്ക് സിൻസ് എവിടേക്ക് യൂസ് ചെയ്യേണ്ടെന്ന് അറിയാവോ കറക്റ്റ് ആയിട്ട്? സിൻസ് 5 years. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയോ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാനിങ്ങനെ അറിയാനാണ്. അറിയോ സിൻസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇല്ല. സിൻസ് പോയിന്റ് ഓഫ് ടൈമിനും ഫോർ പീരീഡ് ഓഫ് ടൈമിനും. കറക്റ്റ് ആണ്. സിൻസ് നമുക്ക് പോയിന്റ് ഓഫ് ടൈമിന് യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകം ഒരു പോയിന്റില് ഡേറ്റ് ഒക്കെ വരുമ്പോ ഇന്ന് മുതൽ എന്നൊക്കെ പറയും, തിങ്കളാഴ്ച മുതൽ എന്നൊക്കെ പറയുമ്പോ ആ ഡേറ്റ് വരുമ്പോഴും നമുക്ക് അവിടെ സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മന്ത് വരുമ്പോഴും സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇയർ വരുമ്പോഴും ടൈം വരുമ്പോഴൊക്കെ ചില സെന്റൻസില് നമുക്ക് സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എവിടേക്കാ യൂസ് ചെയ്യാം? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എന്ന് മുതലാണോ ആ സെന്റൻസ് വായിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ മേ ബി ഈ വർഷം മുതൽ എന്നൊക്കെ പറയില്ലേ, ഈ വർഷം മുതൽ, ഈ സമയം മുതൽ, ഈ ആഴ്ച മുതൽ, ഈ ദിവസം മുതൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആ സെന്റൻസിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്താൽ. ഓക്കെ, അങ്ങനെ മുതൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ സിൻസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. സിൻസിന് ഡൗട്ട് പോയോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂ. They have been learning English dash 5 years. 4 5 years. 5 years. എന്താണ് ഇംഗ്ലീഷ്? എന്താണ് 5 വർഷമായിട്ട് പഠിക്കുകയാണെന്നാ പറയാം. അതായത് മുതൽ എന്ന് പറയുന്നില്ല അവിടെ, അല്ലെ? 5 വർഷം മുതൽ പഠിച്ചു അങ്ങനെ പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്താ 4 ആണ് അവിടെ യൂസ് ചെയ്യാം. They have been learning English for 5 years. Okay, next question നോക്കൂ. She has been cooking dash morning. എന്താ പറയാ? സിൻസ്. എല്ലാവരും പറയൂ. സിൻസ് ആണോ? സിൻസ്. സിൻസ് ആണ്. കാരണം രാവിലെ മുതൽ അവള് പാചകം കുക്കിംഗ് ചെയ്യുകയാണ് അല്ലെ? അപ്പൊ സിൻസ് ആണ് യൂസ് ചെയ്യുക. ഷി ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. ഹി ട്രാവൽഡ് ഡാഷ് ട്രെയിൻ. ബൈ ട്രെയിൻ. ബൈ ട്രെയിൻ. ബൈ ട്രെയിൻ. ട്രാവലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബൈ ആണ് കൂടുതലും യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ദ ബുക്ക് ഫെൽ ഡാഷ് ദ ഗ്രൗണ്ട്. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നു. സ്ക്രീൻ കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഇപ്പം കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ ആൻസർ പറയൂ. ദ ബുക്ക് ഫെൽ ഡാഷ് ദ ഗ്രൗണ്ട്. ഓണാണോ? ഇന്നാണ്. ഓൺ. ഇന്നാണ്. ഓണല്ലേ? ഓണാ വരാ. കാരണം എന്താ? അതൊരു ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സർഫേസ് ആണ്, ഒരു പ്രതലമാണ്. അതുകൊണ്ട് നമ്മൾ ഓൺ ആണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഈ ത്രൂ ഹിംസെൽഫ് ഡാഷ് ദ റിവർ. എന്താ? അറിയൂ. Into the river. കറക്റ്റ് ആണ്. Into the river ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. He has no taste dash. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. He has no taste. ഇല്ല, മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. സോറി. He has no taste dash music. ആൻസർ പറയൂ. He has no taste. on. Two ആണോ?
അവന് എന്തിനോട് ടേസ്റ്റ് താല്പര്യമില്ല. ടേസ്റ്റ് എന്ന് ഉദ്ദേശിച്ച താല്പര്യക്കുറവാണല്ലോ. എന്തിനോട് താല്പര്യമില്ല എന്നാ പറയുന്നത്? മ്യൂസിക്കിനോട്. അപ്പൊ എന്താ പറയാ? ഫോർ മ്യൂസിക്. ഫോർ മ്യൂസിക് അല്ലെ, മ്യൂസിക്കിനോട് താല്പര്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ he has no taste for music. ഓക്കെ, ഫോർ മ്യൂസിക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. The headmaster has angry. പറയൂ. The headmaster has angry with me ആണ്, with ആണ്. Okay, with me. Next, she depends dash her mother. On. Yeah, correct ആണ്. She depends on her mother ആണ്. Okay, correct. Then take care. Take care dash your health. Off. എല്ലാവർക്കും അറിയാലോ, നമ്മൾ take care of അല്ലെ, take care of your health. Correct. Next നോക്കൂ. She was born dash 1982. On. In ആണോ? In ആണ്. Okay, in. She was born in 1982. Okay. അടുത്ത നോക്കൂ. She was standing just dash the gate. Inside. Inside. She was standing just inside the gate. Okay, correct. Next, you should give dash smoking. പറയൂ. You should give dash smoking. Up. Give up. Give up. ആയിട്ടാണ്. You should give up that. Give up. You should give up smoking. Correct ആണ്. Next, you must listen dash your teacher. Two. You should. You must listen to your teacher. Correct ആണ്. Next one, I'm satisfied dash your work. With. I'm satisfied with your work. Okay, correct. Next, a girl was passing the building dash the moment. At the moment. ഈ മൊമെന്റ് ഒക്കെ വരുമ്പോ അറ്റാണ് വരാട്ടോ. ഓക്കെ, എ ഗേൾ വാസ് പാസിംഗ് ദ ബിൽഡിംഗ് അറ്റ് ദി മൊമെന്റ്. അങ്ങനെയല്ല നമ്മ പറയാ, അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അറ്റാണ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, there was also a service dash Sunday morning. പറയൂ. There was also a service Sunday morning. പറയൂ. On Sunday. On ആണ്. There was also a service on Sunday morning. Okay, on ആണ്. Clear. Next, he peeled the vegetables dash a knife. With. He peeled the vegetables with a knife. Okay. Next, come and sit dash me. Besides. Come and sit dash me. Answer എന്താ? പറയൂ. Come and sit with me ആണ്, with ആണ്. അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ബിസൈഡ് അല്ല അവിടെ ഉള്ളത്, ബിസൈഡ്സ് ആണ്. ബിസൈഡ്സ് മീൻസ് കൂടാതെ. എഴുതി വെച്ചോളൂ എവിടെയെങ്കിലും. ബിസൈഡ്സ് എന്ന് പറയുന്നത് കൂടാതെ എന്നാണ്. ഓക്കെ, ബിസൈഡ് എന്ന് പറയുന്നതാണ് അടുത്ത്, അരികെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ബിസൈഡ്സും ബിസൈഡും വ്യത്യാസമുണ്ട്. ഓക്കെ, ക്ലിയർ. ബിസൈഡ്സ് എന്ന് പറയുന്നത് കൂടാതെ, ബിസൈഡ് എന്ന് പറയുന്നത് അടുത്ത്, അരികെ. ഓക്കെ, ഇവിടെ ആൻസർ ബിസൈഡ് എന്ന ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ബിസൈഡ് എഴുതാമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ബിസൈഡ്സ് ആണ്. കൂടാതെ എന്ന മീനിങ് പറയുന്നത് ബിസൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? വിത്ത് ആണ്. കം ആൻഡ് സിറ്റ് വിത്ത് മീ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ പുവർ മാൻ ആസ്ക്ഡ് ഡാഷ് ഹെൽപ്പ്. എന്താ വരാ? 2. 2 ആണോ? 4. യാ 4 അല്ലേ? ആസ്ക്ഡ് ഫോർ ഹെൽപ്പ് ആണ് അല്ലേ? ഹെൽപ്പ് ചോദിച്ചു അല്ലെ? ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. നെക്സ്റ്റ്, ഫാദർ ഈസ് നോട്ട് ഡാഷ് ഹോം നൗ. At. യാ at ആണ്. Father is not at home now. Correct. Next one. Sam went to the school dash a scooty. ബൈ. By. By അല്ല. സൈക്കിളും സ്കൂട്ടിയും ഒക്കെ വരെയാണെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, മാറിപ്പോ. ബൈക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചില സമയത്ത് ബൈ യൂസ് ചെയ്യും. പക്ഷെ സ്കൂട്ടറും സൈക്കിളൊക്കെ എന്തായാലും ഓണായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ വരില്ല, ഓൺ. നെക്സ്റ്റ് നോക്കൂ. വി റെസ്റ്റഡ് ഡാഷ് എ ട്രീ. എന്താ? വി റെസ്റ്റഡ് ഡാഷ് എ ട്രീ. ആൻസർ അറിയൂ? Under. Under, yeah. Under a tree. Next, he sat dash the table to write a letter. Beside. Beside. ഓക്കെ, നമുക്ക് ഇവിടെ അറ്റും ബിസൈഡും യൂസ് ചെയ്യാം. കാരണം അറ്റിന് അങ്ങനെ ഒരു അരികെ എന്നൊരു മീനിങ് വരാൻ ചാൻസ് ഉണ്ട്, വരും. ഓക്കെ, he sat at the table to write a letter. He sat at the table എന്ന് പറഞ്ഞാലും എന്താണ്, അവൻ ടേബിൾ അരികെ അടുത്തിരുന്നു എന്ന് മീനിങ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അറ്റും യൂസ് ചെയ്യാം, ബിസൈഡ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, the monkey fell dash the tree. പറയൂ. From. Yeah, the monkey fell from the tree. Next one. Alex is lay dash on the bed. On. On. ഓൺ ദ ആണോ? Down അല്ലേ? Lay down. Alex is lay down on the bed. Lay down, കിടന്നു അല്ലേ? Lay down on the bed. Next നോക്കൂ. I dipped my finger dash the honey. Into. Yeah, I dipped my finger into the honey. Correct. Next one. They are very popular dash boys. Among. Yeah, among ആണ്. അവർക്കിടയിൽ അല്ലേ? They are very popular among boys. ആ ബോയ്സിനിടയിൽ അവര് എന്താണ്, കുറച്ച് പോപ്പുലർ ആണ്, ഫേമസ് ആണ് എന്നാ പറയുന്നത്. അപ്പൊ among ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, people learn dash experience. From. Yeah, people learn from experience. Correct ആണ്. Next, they live in the apartment dash yours. ബിലോ ആണ് വരാം. തൊട്ട് താഴേന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ അണ്ടർ യൂസ് ചെയ്യുക. പക്ഷെ ബിലോ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയല്ല, എന്നാൽ ആ താഴെയാണ് താൻ. ഓക്കെ, തൊട്ട് താഴെ പറയുമ്പോൾ അണ്ടർ യൂസ് ചെയ്യും. എന്നാലോ ഒരുപാട് താഴെയാണെന്ന് പറയാനും നമ്മൾ എന്താ, ബിലോ ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ they live in the apartment below yours. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് താഴെയാണ് അവർ താമസിക്കുന്നത് പറയുന്നത്. പക്ഷെ തൊട്ട് താഴെ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താഴെ എന്നാണ്. അപ്പൊ പ്രൊപ്പോസിഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതെ. ക്ലിയർ ആണ്. അപ്പൊ ഇനി കോൺഗാർഡ് ക്ലിയർ ആയി, പ്രൊപ്പോസിഷൻസ് ഓക്കെ എന്നെല്ലാം മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ പറയും, ഞാൻ കുറച്ച് ക്ലാസ്സിൽ അത് നോക്കിയിട്ട് വരാം. ഏതാണ് അടുത്ത പോർഷൻ? ഇൻഡയറക്റ്റ് സ്പീച്ചിന് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റ് ആണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലേ? അതെ അതെ.
ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഇനി എന്താണ് എക്സാം ഏതാണ് നിങ്ങൾക്ക്? 7th ഓക്കെ, അപ്പോ ഇൻഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, സ്പീഡ് കൂടി ഉണ്ടെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ക്ലിയർ ആണ്. ക്ലിയർ ആണോ? നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് ക്ലാസ് കിട്ടണം. എപ്പോഴും നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് ക്ലാസ് പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് മൈൻഡ് അപ്പ് ദി ക്ലാസ്. താങ്ക് യു ഓൾ. Thank you. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Thank you, miss.